ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ലില്ലോസ് വ്ളോഗ്. രാവിലെ തന്നെ കുറച്ച് പൊട്ട് കുത്താമെന്ന് വിചാരിച്ച് പൊട്ടെടുക്കുന്ന സീനാണ് കാണുന്നത്. അമ്മ ചേച്ചി പുതിയതായിട്ട് ഞങ്ങളെ ബ്രൈഡിന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പൊട്ടൊക്കെ കുത്തി ഇന്ന് ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്. ഇത് അമ്മ ചേച്ചിയുടെ തൊണ്ടാണ് കേട്ടോ. നമ്മൾ ചില്ലറ പൈസ കിട്ടി വയ്ക്കില്ലേ, അതിന് നിറഞ്ഞിട്ട് വേണം ചേച്ചിക്കൊരു മേക്കാതെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് റീലൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. 2 വീലർ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അമ്മു ചേച്ചിക്ക് ലൈസൻസ് മാത്രം എടുത്താൽ മതി. എനിക്കൊരു സൈക്കിൾ ബാലൻസും കൂടി ഇല്ല, അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് പഠിക്കേണ്ടി വരും. അമ്മു ചേച്ചിക്ക് കുറച്ച് അറിയാം, സ്കൂട്ടി കൊണ്ട് അമ്മു ചേച്ചി ഇടയ്ക്ക് കടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ലൈസൻസ് എടുത്തിട്ടില്ല, ഇനി എടുക്കണം. അതിങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ വേണ്ട നടന്ന് പോകാൻ. അപ്പുറത്തുള്ളത് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം വേഗം ഓടുകയാണ്, കാരണം കുറേ കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. കുറച്ച് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കേപ്പ് കിട്ടുന്ന സമയത്തൊക്കെ വന്ന് പഠിക്കും. അപ്പോൾ ആകെ 2-3 വണ്ടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും കയറി കഴിഞ്ഞാൽ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഉച്ച സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചക്ക നിൽക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞ് ചക്ക. അപ്പോൾ അത് കാണിച്ചെടുക്കുക, ചക്ക അതാ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി. ഇതാണ് ഞങ്ങളെ ഗ്രൗണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞു കേട്ടോ, ഗ്രൗണ്ട് കുറച്ച് കുറവാണ് എന്നൊക്കെ. മീൻസ് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് പോവില്ലേ, അങ്ങനത്തെ ഒരു ഗ്രൗണ്ടാണ്. പക്ഷെ ഇങ്ങനെ ലെങ്ത്തായിട്ട് കിടക്കണില്ല, അത് നല്ല നീളമില്ല അത്. അപ്പോൾ കുറച്ച് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കിതൊക്കെ ധാരാളമായിരുന്നു കേട്ടോ. എനിക്കൊരു സൈക്കിൾ ബാലൻസും കൂടി ഇല്ല. ഞാൻ എങ്ങനെ അതിന്മേൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ ഇതിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അങ്ങനെ കയറിയിരുന്നു. അതാണ് എൻ്റെ ഗുരു. ഹസ്ബൻഡിനെ അറിയും കേട്ടോ, വിഷ്ണു പറഞ്ഞിട്ടുള്ളൊരു ഏട്ടനാണ്, അറിയാം, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാനതങ്ങനെ പിച്ചാൻ വണ്ടി എടുത്ത് പോകണം. ഇതേവരെ കയ്യിൽ നിന്ന് നിലം പറ്റിയിട്ടില്ല കേട്ടോ. സ്കൂട്ടി ഞാനും കൂടി. വേറെ കുറേ കുട്ടികൾ വീണിരുന്നു. അതൊക്കെ കാണുമ്പോൾ പേടിയാവും, ഭഗവാനെ ഞാനെങ്ങനെ വീഴുമോ എന്നൊക്കെ. പിന്നെ എനിക്ക് ഒന്നാമത് കാലെത്തുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 3ാമത്തെ ദിവസം ഞാൻ ഹീലുള്ള ചെരുപ്പിട്ട് വിരലെടുത്തി. അപ്പോൾ കാലൊക്കെ കുറച്ച് എത്തി. അങ്ങനെ എന്തൊക്കെയോ കാട്ടുന്ന. അമ്മു ചേച്ചി ബാക്കിലിരുന്നിട്ട് നല്ല ചെറിയാണ് കേട്ടോ, എന്നെ കളിയാക്കിയിട്ട്. എൻ്റെ ഇടയ്ക്ക് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, സാറിങ്ങനെ പറയുന്നുണ്ട്, ഒരു സൈക്കിൾ ബാലൻസ് കൂടി എനിക്ക് പഠിച്ചുകൂടായിരുന്നില്ലേന്ന്. സൈക്കിൾ ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം വീണു. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ ഭാഗം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് എൻ്റെ അടുത്ത് പറ്റി തെറ്റിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പഠിപ്പിച്ച് തരാൻ കുറേ നിന്നോട്ടെ. പക്ഷേ അപ്പോഴേക്ക് ഈ വീഴണ പേടിയുണ്ടേ ഞാനതവിടെ നിർത്തി. ഇപ്പം എന്തായാലും അത്യാവശ്യം അവിടുന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ കുറച്ച് ലോങ് ഉണ്ട് വരാൻ. അപ്പോൾ എന്തായാലും ഇത് പഠിച്ചേ പറ്റുമോ വർക്കിന് വരണം എന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ പഠിക്കാൻ വന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴും ഇത് നോക്കില്ല കേട്ടോ. അവിടെയുള്ള ആ കുട്ടിയില്ല, ഓടിക്കുന്ന MI ടീം ഓടിക്കുന്ന കുട്ടിയില്ല, അവൾക്കൊന്നും സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു എന്നും വന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പഠിയുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ലേണിങ് വെച്ചിട്ടുള്ളത് 22-ാം തീയതിയാണ് കേട്ടോ, ഈ മാസം. അതെന്താവോ എന്തോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊരു RDSൻ്റെ ഒരു എക്സാമിൻ്റെ ഇതൊക്കെയാണ് ഡൗൺലോഡ്